ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ പിന്നെ വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് സോണിയ കാർഡിഫിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കാർഡിഫ് സിറ്റി സെൻറ്ററിലേക്ക് പോകാമെന്ന്. അപ്പോൾ അവിടെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ലൈറ്റ്സും കാര്യങ്ങളുമായിട്ട് അടിപൊളിയായിട്ടോ കാണാൻ. പിന്നെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ തന്നെ സിറ്റി സെൻറ്ററിൽ വിട്ടു. ഞങ്ങൾ ആദ്യം നെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഷോപ്പിലാണ് കയറിയത്. പക്ഷെ അവിടെ ഡ്രസ്സുകൾക്കൊക്കെ ഭയങ്കര റേറ്റാട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇതുപോലെ ഓർണമെൻറ്റ്സ് ജ്വല്ലറിയുടെ ഒരു സെക്ഷൻ കണ്ടായിരുന്നു. ഇവിടെ സിൽവറൊക്കെയാണ് കേട്ടോ ഉള്ളത്. പക്ഷെ ഭയങ്കര ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി ജ്വല്ലറി കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ കാണുന്നതിനൊക്കെ 25 പൗണ്ട്സ് ആട്ടോ ഈ സെറ്റിന് മൊത്തം. പക്ഷേ അത് നല്ലതാണെന്ന് തോന്നി. അടിപൊളി ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങളതൊക്കെ നോക്കിയിരുന്നു, ഒന്നും മേടിച്ചില്ല. ഇത്രയും നേരം ഞങ്ങൾ മാളിൻ്റെ പുറത്താണുള്ളത്. അപ്പോൾ ഇനി അടുത്ത് ഞങ്ങൾ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. പക്ഷേ ഇത് ഭയങ്കര വലിയൊരു മാളാട്ടോ. ഒരു ദിവസം ഒന്നും പോരാ ഞങ്ങൾക്കിത് കണ്ടു തീർക്കാൻ. എന്നാലും ഞങ്ങൾ കയറി. പിന്നെ ഇത് വീക്കെൻഡ് അല്ലാത്തതുകൊണ്ടാണ് ഇത്ര റഷ് ഇല്ലാത്തത്. വീക്കെൻഡ് ഡേയ്സ് ആണെങ്കിൽ ഇവിടെ കയറാൻ പോലും പറ്റത്തില്ല, ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ അടുത്ത് ഞങ്ങൾ കയറിയത് പ്രൈമാർക്കിലാണ്. ഇവിടെ അത്യാവശ്യം റേറ്റ് കുറച്ച് നമുക്ക് ഡ്രസ്സസൊക്കെ കിട്ടും. കൂടുതലും ആൾക്കാർ ഇവിടെ നിന്നൊക്കെയാണ് കേട്ടോ പർച്ചേസ് ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് റേറ്റ് കുറവാണ്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഡ്രസ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ സോക്സസ് ഒക്കെ ഉണ്ട് കേട്ടോ, വുള്ളൻ സോക്സ്. ഇപ്പം നമുക്കിവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പം വുള്ളൻ സോക്സൊക്കെ ഭയങ്കര ആവശ്യമായിട്ടുള്ള ടൈമാണ്. അപ്പോൾ ഇവിടെ അതൊക്കെ റേറ്റ് കുറച്ച് കിട്ടും. പിന്നെ നാട്ടിലായാലും ഇവിടെ തന്നെ എൻ്റെ ഫേവറേറ്റ് മിനീസോ ആണ്. അപ്പോൾ ആ മിനീസോ ഇവിടെ ഉണ്ട് കേട്ടോ, ഔട്ട്ലെറ്റ്. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് അവിടെ. സ്പീക്കർ, അങ്ങനെ എന്തൊക്കെയോ കുറേ ക്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. chicken leg. ഗൈസ്, ഞാൻ കണ്ടതാണ് കളർഫുൾ ആയിട്ടുള്ള ഈ സ്പൂണൊക്കെ. അടിപൊളിയില്ലേ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും കളർഫുൾ ആയിട്ടുള്ള സ്പൂൺ കാണുന്നത്. പിന്നെ വേറൊരു സെക്ഷനിൽ ഇതുപോലെ ഒത്തിരി ക്യാൻഡിൽസ് ഉണ്ട് കേട്ടോ. ക്യാൻഡിൽസ് എനിക്കാണെങ്കിൽ എവിടെ ക്യാൻഡിൽസ് കണ്ടാലും എടുക്കണം. അങ്ങനെ ഞാൻ ഈ ഒരു ലാവൻഡർ ആൻഡ് സീ സോൾട്ടിൻ്റെ ക്യാൻഡിലാണ് എടുത്തത്.
നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. അപ്പോൾ സോണിയ തിരിച്ച് പോവാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ സിറ്റി സെൻറ്ററിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇന്നലെ പകുതി വെച്ചാണല്ലോ നിർത്തിയത്, അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അടുത്ത് കയറിയത് പൗണ്ട് ലാൻഡിലാണ്. ഇവിടെ ഒത്തിരി ഓഫേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഹൗസ് ഹോൾഡ് സാധനങ്ങൾക്കായാലും നമ്മുടെ ഡ്രസ്സിനൊക്കെ ആയാലും ഒത്തിരി ഓഫേഴ്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ പൗണ്ട് ലാൻഡിലേക്ക് വിട്ടു. ഇവിടെ നമുക്ക് 3 പെയർ ഓഫ് സോക്സ് ഒക്കെ 2 പൗണ്ടിന് കിട്ടും കേട്ടോ. അത് ഭയങ്കര ലാഭമാണ്, വുളൻ സോക്സ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സോക്സൊക്കെ എടുത്തു. പിന്നെ ചോക്ലേറ്റ്സും ക്രിസ്മസ് ഡെക്കറേഷൻസിനും കാര്യങ്ങൾക്കും ഒക്കെ റേറ്റ് കുറവാണ്. പിന്നെ ചപ്പൽ, നമ്മൾ വീട്ടിലിടുന്ന പൈജാമ സെറ്റ്, എല്ലാത്തിനും റേറ്റ് കുറവാണ്. അടുത്ത് ഞങ്ങൾ വന്നത് കാർഡിഫ് മാർക്കറ്റിലേക്കാണ്. സോ ഇവിടെ ഭയങ്കര റഷാട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഫ്രഷായിട്ടുള്ള ഇങ്ങനെ മീനുകൾ കാണുന്നത്. നമ്മൾ സാധാരണ ഫ്രോസൺ അല്ലേ മേടിക്കുക, ഇവിടെ അല്ലാണ്ട് ഫിഷ് എല്ലാം ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫുൾ അങ്ങോട്ട് സ്റ്റോൾസും ഷോപ്പുകളുമാണ്. ഇത് വെല്ലിഷ് കേക്കാട്ടോ അവരുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, ഞാനൊരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. കാർഡിഫ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വേറൊരു ഷോപ്പിൽ കയറി. അപ്പോൾ അവിടെ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസും ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം നോക്കി കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസും കാര്യങ്ങളും ഒക്കെ എടുത്തു. ഈ ഒരു സൈഡ് മൊത്തം കാലിയാണ്. ക്രിസ്മസിൻ്റെ ആ ഒരു ഓഫർ കാരണം അവിടെ ഒന്നും ഇല്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ പിക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം ഇവിടെ എൻഡ് ചെയ്യാണ്. സോണിയ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ബൈ, ലവ് യു ഓൾ.